ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് ഈ ജൂൺ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച നിങ്ങളുടെ മാസധ്യാനത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ തമ്പുരാൻ്റെ അനന്ത സ്നേഹത്തെക്കുറിച്ചും തമ്പുരാൻ്റെ അനന്തമായ കരുണയെക്കുറിച്ചും നമുക്കൊരു നിമിഷം ചിന്തിക്കാം. ദിവ്യകാരുണ്യനാഥനായ ക്രിസ്തു ഈ അൾത്താരയിൽ നമ്മുടെ സന്നിഹിതനായിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹത്തിൻ്റെ തണലിലാണ് നാം ജീവിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഹൃദയം എന്തിനാണ് അസ്വസ്ഥമായിരിക്കുന്നത്? ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്തിന് നാം ഇത്രമാത്രം അസ്വസ്ഥമാകണം? നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ള രക്തം പോലും ചിന്തിയ ആ ക്രിസ്തുനാഥൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാണെങ്കിൽ നമ്മളൊത്ത് വസിക്കുവാനായിട്ട് ചെറിയ ഒരു അപ്പമായിട്ട് ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിൻ്റെ ആ സ്നേഹം നമുക്ക് അനുഭവവേദ്യമാണെങ്കിൽ എന്തിന് നാം അസ്വസ്ഥമാകണം? ഈ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിതമായ മാസമാണല്ലോ. ഈ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിതമായിരിക്കുന്ന ഈ മാസത്തിൽ, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നാം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ തന്നെ നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിനും മാതാവിൻ്റെ വിമല ഹൃദയത്തിനും സമർപ്പിതരായ സഹോദരിമാരാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ആ ക്രിസ്തുവിൻ്റെ ആ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നില്ല എങ്കിൽ, പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയം പോലെ നിർമ്മലതയിൽ അല്ല എങ്കിൽ, നാം അങ്ങനെ ഒരു പേരൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തുവിൻ്റെ ഹൃദയം പോലുള്ളതായ ഒരു ഹൃദയമാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ ഉള്ളതായ ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവൻ്റെ കണ്ണുനീർ ഒപ്പുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ഹൃദയം പോലുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവൻ്റെ വേദനകളിൽ, മറ്റുള്ളവൻ്റെ യാതനകളിലൊക്കെ അവരെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഒരുപാട് സോഷ്യൽ സർവീസൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ക്രിസ്തുവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ആ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വന്നതാണ് നമുക്കറിയാം. ആ ക്രിസ്തുവിൻ്റെ ആ ബന്ധം, പിതാവുമായുള്ള സ്നേഹം, അത് അവിടുന്ന് കാത്തു സൂക്ഷിച്ചു. ക്രിസ്തുവിൻ്റെമായുള്ള ബന്ധം അവിടുന്ന് എപ്രകാരമാണ് കാത്തു സൂക്ഷിച്ചതെന്നതിനെ കുറിച്ചാണ്. എപ്പോഴും ക്രിസ്തു പിതാവിന് സമർപ്പിതമായിരുന്നു. പിതാവുമായുള്ള ബന്ധത്തിൽ ഒരിക്കൽ പോലും അവിടുന്ന് വ്യതിചലിച്ചില്ല. ഞാനും നിങ്ങളും ക്രിസ്തുവുമായുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ തിരുഹൃദയത്തിൽ സമർപ്പിതരാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതം ധന്യമാകുന്നില്ല. ക്രിസ്തുവിൻ്റെ ഹൃദയം നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം നമുക്കറിയാം. ഈ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന അവിടുത്തെ ഛായയിൽ സാദൃശ്യമാണ്. അവിടുത്തെ ഛായ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഷെയ്പ്പ് എന്ന് വേണം നമുക്ക് പറയാം. സദൃശ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഹൃദയം തന്നെയാണ്, അവിടുത്തെ ജീവനാണ്. അപ്പം ക്രിസ്തുവിന് ദൈവത്തിൻ്റെ ആ സ്വഭാവവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സദൃശ്യവും ദൈവത്തിൻ്റെ സദൃശ്യവും ദൈവത്തിൻ്റെ ഛായയും ഒക്കെ ഉള്ളതായ നാം ഓരോരുത്തരും ആ ക്രിസ്തു എപ്രകാരമാണ് മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവരിൽ ഒരുവനായി തീരുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മിലൊരുവനായി തീരുവാൻ വേണ്ടി അവിടെ നിന്ന് കടന്നു വന്നു, അതുപോലുള്ളതൊക്കെ ആയ ഒരു ജീവിതമല്ലേ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. നമുക്ക് ഈ വെള്ളിയാഴ്ച മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് കടന്നു പോകാം. ക്രിസ്തുവിൻ്റെ ഹൃദയം കരുണാർദ്രമായ ഹൃദയമായിരുന്നു. കരുണാർദ്രമായ ഹൃദയം നാം എവിടെയെല്ലാം കണ്ടുമുട്ടുന്നു. ക്രിസ്തു പ്രവർത്തിച്ച ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലുള്ളതായ കടന്നുവരവ് തന്നെ മനുഷ്യൻ്റെ പാപത്തിൽ നിബന്ധിച്ച മരണത്തിന് അധീനനായ മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യത്വം എടുത്തത് തന്നെ.
വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നാം കാണുന്നുണ്ട്. അവരിൽ നിന്ന് ദരിദ്രനായി ഭാവിയെ രക്ഷിക്കുവാൻ വേണ്ടി പുൽക്കൂട്ടിൽ ജാതനായി എന്ന്. ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ ഹൃദയം നാം സ്വായത്തമാക്കുക എന്നല്ല. ആ ക്രിസ്തുവിൻ്റെ ഹൃദയം എപ്രകാരമാണ് നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുന്നത്? കാനായിലെ വിവാഹത്തിൻ്റെ അവസരത്തിൽ ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് പരിശുദ്ധ അമ്മ അവനോട് പറയുമ്പോൾ തനിക്ക് സമയമായില്ലാഞ്ഞിട്ട് പോലും അവനോട് കരുണ കാണിക്കുന്ന ദൈവം, കരുണ കാണിച്ച് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. നായിലെ വിധവയുടെ ഏകമകൻ്റെ ശവമഞ്ചത്തിനരികിൽ ആ വിധവയോട് കരുണ കാണിക്കുന്ന തമ്പുരാൻ. ലാസറിന്റെ കബറിടത്തിൽ മാർത്തയോടും മറിയത്തോടും കരുണ കാണിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് ജീവൻ നൽകുന്ന ദൈവം. അവിടെ ഈശോ കരയുന്ന പോലുമുണ്ട്. നല്ലൊരു ഹൃദയമുള്ളവനല്ല കരയുവാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു ഹൃദയമുള്ളവന് മാത്രമല്ല പരിവർത്തനം സാധ്യമാവുകയുള്ളൂ. നമുക്കും എത്രമാത്രമാണ് നമ്മളുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിക്കുവാനും ഈ മാസം ഈ തിരുഹൃദയ തിരുനാളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത്, ക്രിസ്തുവിൻ്റെ ആ മഹാകരുണയോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. അപ്പോഴാണ് നമ്മുടെ ആ മാസധ്യാനമായി മാറുന്നത്. ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും ബലി കഴിച്ച് നിന്നോടുള്ള അനന്തമായ സ്നേഹം ഇപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കരങ്ങൾ ആ കുരിശിൽ നിവർത്തിയപ്പോൾ എന്നെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ്, എനിക്ക് വേണ്ടി അവിടുന്ന് തൻ്റെ ഹൃദയം ആണ് അവിടെ സമർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നാം തീരുമാനമെടുത്തവരാണ്. ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പറ്റിയാണ് സന്യാസം നാം സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സന്യാസം ധന്യമാകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ക്രിസ്തീയ വിളി എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിനെ അനുകരിക്കുവാനുള്ള വിളിയാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നവനാണ്. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ വേഷമൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇത് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ, ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ, ക്രിസ്തുവിൻ്റെ ഹൃദയം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അതുകൊണ്ടാണല്ലോ ജോയൽ പ്രവാചകൻ പ്രകാരം പറഞ്ഞത്, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത് എന്നാൽ നിങ്ങളുടെ ഹൃദയമാണ് എന്ന്. അത് അനുതാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. എന്നാൽ മറ്റുള്ളവന് വേണ്ടി, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയം വിശാലമാക്കുന്നില്ല എങ്കിൽ ഈ തിരുഹൃദയ തിരുനാൾ നമുക്ക് പ്രയോജനപ്രദമായി മാറുകയില്ല. എപ്രകാരമാണ് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയം വിശാലമാക്കുവാൻ സാധിക്കുന്നത്? എപ്രകാരമാണ് നമുക്ക് ആ ക്രിസ്തുവിൻ്റെ ഹൃദയ ചൈതന്യം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്? ഇപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം അതിന് പുറത്തൊന്നും പോകുന്നില്ല, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്. പക്ഷെ ഇവിടെ ആയിരുന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധ്യമല്ലേ? ഇവിടെ ആയിരുന്നുകൊണ്ട് നമുക്കാണ് ഏറ്റവും അനുഗ്രഹപ്രദമായ ദിവ്യകാരുണ്യം അതിനോടൊത്ത് ഇരിക്കുവാൻ സാധിക്കുന്നത്. ഇടവകളിൽ കുർബാനകളില്ല, ആൾക്കാർക്ക് ദേവാലയത്ത് വരുവാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ ആയിരുന്നുകൊണ്ട് ഈ സമൂഹം മുഴുവന് വേണ്ടി, ഈ നമ്മുടെ ഇടവകയ്ക്ക് മുഴുവന് വേണ്ടി, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ സമൂഹം മുഴുവന് വേണ്ടിയും നാഥൻ്റെ സന്നിധിയിൽ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമുക്ക് അർപ്പിച്ചുകൊണ്ട്, ഓരോ കുടുംബത്തെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, ഈ ഇടവകയിലെ ഓരോ കുടുംബത്തെയും നാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ? നിങ്ങൾ ഓരോ സിസ്റ്റേഴ്സിനും ഓരോ കുടുംബത്തിന് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിച്ചാൽ
എത്ര ഈ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ കുടുംബത്തിലെ പ്രയാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ സാധിക്കില്ലേ? അതുതന്നെ വലിയൊരു മിഷൻ പ്രവർത്തനമല്ലേ? അതുതന്നെ വലിയ ഒരു പുറത്തുപോയി ചെയ്യുന്നതിനേക്കാളും വലിയൊരു പ്രവർത്തനമായി മാറില്ലേ? പ്രിയപ്പെട്ടവരെ, നാം ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ദുഃഖത്തിലാണ്. കാരണം ഒരുപാട് വൈദികർ സമർപ്പിതരുമൊക്കെ തങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ഈ കോവിഡ് സമർപ്പിച്ചു. ഒരുപാട് ചെറുപ്പക്കാരായ വൈദികർ സമർപ്പിതർ, അവരൊക്കെ ആ മുറികളിൽ സുരക്ഷിതത്തിലിരുന്നവരല്ല, ഇറങ്ങി പ്രവർത്തിച്ചവരൊക്കെയാണ്. വചനം നൽകുവാൻ, ബലി അർപ്പിക്കുവാൻ, രോഗി ശുശ്രൂഷയിൽ കുർബാന കൊടുക്കുവാൻ, മറ്റു പല രീതിയിലും ഇറങ്ങി പുറപ്പെട്ടവരെയൊക്കെയാണ് കോവിഡ് പിടിച്ചത്. അങ്ങനെയാണ് അവരൊക്കെ പലരും കാലയവധിക്കുള്ളിലേക്ക് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചോളം നാം തമ്പുരാൻ്റെ ആ വലിയ സ്നേഹമാണ് അനുഭവിക്കുന്നത്. ആ തമ്പുരാൻ്റെ സ്നേഹമെന്ന് പറയുന്നത് എത്ര വിശാലമായ സ്നേഹമാണ്! ആ തിരുഹൃദയം എന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന ഹൃദയമാണ്. സ്നേഹാഗ്നിയാൽ കത്തിജ്വലിക്കുന്ന ഹൃദയമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട് എത്രമാത്രം ദൈവസ്നേഹത്തിൻ്റെ ഉറവിടങ്ങളായിരിക്കണമെന്നൊക്കെ. പ്രഭാഷകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. മനസ്സ് വെച്ചാൽ നമുക്ക് ഈ കോവിഡ് കാലത്ത് ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കില്ലേ? മനസ്സ് വെച്ചാൽ നമുക്കും ആ ക്രിസ്തുവിന്റെ ഹൃദയം ഉൾക്കൊള്ളുവാൻ സാധിക്കില്ലേ? മനസ്സ് വെച്ചാൽ നമുക്ക് വിശുദ്ധനാകാൻ പറ്റില്ലേ? ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധിയിലേക്കുള്ള ഒരു വിളി കൂടെ ഇല്ലേ? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങളല്ലേ ഈ തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മെ തന്നെ വിശദീകരിക്കുക, അവിടുത്തെ ആ ചൂട് അനുഭവിക്കുക. അവിടുത്തെ ചൂട് നമ്മുടെ അനുഭവിക്കുമ്പോൾ ഫോക്കളാരെ മൂവ്മെന്റിനെ കുറിച്ച് നമുക്കറിയാം. ഫോക്കളാരെ മൂവ്മെന്റ് കാരൽ ലുഡ്വിക്കിന്റെ, അത് ഈശോയോട് ചേർന്നിരുന്ന് ചൂട് അനുഭവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ഫോക്കളാരെ ചൂട് അനുഭവിക്കുക. അപ്പം ചേർന്നിരിക്കുന്നവനാണ് ചൂട് ലഭിക്കുന്നത്. ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ ആ ഈശോയുടെ സ്നേഹമാണ്. അതാണല്ലോ കാർലോ അക്യൂത്തീസിനെ നാം കാണുന്നത്. അവൻ ദിവ്യകാരുണ്യത്തോട് ഭക്തി പ്രകടിച്ചപ്പോൾ അവൻ വിശുദ്ധനായി. 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, സകല വിശുദ്ധരും അങ്ങനെയൊക്കെയല്ലേ? അപ്പം എൻ്റെയും നിങ്ങളുടെയും ജീവിതമൊക്കെ പ്രഭാഷകൻ പറയുന്നത് പോലെ മനസ്സ് വെച്ചാൽ നമുക്കൊക്കെയും വിശുദ്ധനാകാൻ പറ്റും. മനസ്സ് വെച്ചാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയം ഉൾക്കൊള്ളുവാൻ പറ്റും. മനസ്സ് വെച്ചാൽ നമുക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുവാൻ ഈ കോവിഡ് കാലത്ത് പറ്റും. ഒന്നേ തീരുമാനമുള്ളൂ: എനിക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയം ആവശ്യമുണ്ടോ? ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ എൻ്റെ ഹൃദയം വിശാലമാണോ? ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ എനിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കരുണയെ പറ്റി നമ്മൾ എത്രയോ ഉദാഹരണങ്ങളാണ് ബൈബിളിൽ നാം കാണുന്നത്. കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു തോന്നുന്ന അവനെ സ്പർശിക്കുന്ന ദൈവം. കണ്ണുപൊട്ടനെ അവൻ്റെ കണ്ണുകളിൽ സ്പർശിക്കുന്ന ദൈവം. തളർവാദ രോഗിയെ കൈപിടിച്ചു ഉയർത്തുന്ന ദൈവം. ആ ദൈവമാണ് ഇപ്പോൾ നമ്മുടെ സന്നിധിയിൽ, ഈ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഹൃദയം വിശാലമാണ്. അവിടുത്തെ ഹൃദയം അനന്തമായ സ്നേഹത്താൽ നിർമ്മിതമാണ്. അതുപോലെ ഒരു ഹൃദയം നമുക്കും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലല്ല നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലല്ല നമ്മുടെ സന്യാസം പൂർണ്ണമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്കും ഇന്ന ദിവസം തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കും ഒന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ ഹൃദയം എത്രമാത്രം വിശാലമാണ്. ക്രിസ്തുവിനെ ഉൾക്കൊള്ളുക, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുക, ആ ക്രിസ്തു സ്നേഹത്തിൽ ആയിരിക്കുക. മനുഷ്യൻ്റെ
ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നുവെന്ന് പ്രഭാഷകൻ 15:19 നാം കാണുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും ദൈവം കാണുന്നു. അതുകൊണ്ട് നാം ഈ കോവിഡ് കാലത്ത് മുറിയിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവം, നമ്മുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം, നമ്മെ എപ്പോഴും നമ്മെ മനസ്സിലാക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ തന്നെ ഒന്ന് ചേർത്ത് വെക്കാം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്കൊന്ന് ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ആ സ്നേഹത്തിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചിട്ട്, ദൈവമേ എൻ്റെ ഹൃദയവും അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അല്പം സ്നേഹം ഉൾക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവൻ്റെ നന്മയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ശക്തമാക്കി മാറ്റണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിലല്ല, വിശുദ്ധ കൊച്ചുറേസ്യയുടെ ജീവിതം അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ പുറത്തു പോയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലോ, അല്ലെങ്കിൽ നാം പറഞ്ഞ കാർലോ അക്വിറ്റസ് ഈ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിൽ അവൻ തൻ്റെ കമ്പ്യൂട്ടറും ഉപയോഗിച്ച് ദൈവസ്നേഹത്തിൻ്റെ വക്താവായി മാറി, ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധകനായി മാറി. ആ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുവാൻ അവന് സാധിച്ചു. നമ്മുടെ മുറിയിലിരിക്കുക, നമുക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ട് അത് ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സ്നേഹമാക്കി മാറ്റുവാൻ നമുക്ക് പറ്റില്ല. പറ്റണം. അപ്പോഴാണ് നാം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സമർപ്പിതരായി മാറുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ തിരുഹൃദയ മാസത്തിൽ, തിരുഹൃദയത്തിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ മാസത്തിൽ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ. നീ എല്ലാവരെയും സ്നേഹിച്ചതുപോലെ, നീ എല്ലാവർക്കും കരുണ ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് കരുണ ചെയ്യുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, ഒരു സ്നേഹത്തിൻ്റെ മറ്റൊരു അഗ്നി ജ്വാലയായി നിന്റെ ഹൃദയത്തിൽ നിന്ന് ആ ജ്വാല സ്വീകരിച്ച് മറ്റൊരു സ്നേഹജ്വാലയായി മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം അപ്പോഴാണ് ധന്യമായി മാറുന്നത്. പ്രിയപ്പെട്ടവർ, ഈ തിരുഹൃദയത്തിൻ്റെ വണക്കമാസത്തിൽ നമുക്കും തമ്പുരാൻ്റെ ഹൃദയം പോലൊരു ഹൃദയം നൽകണമേ എന്ന് ഒരു നിമിഷം തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ്, ദൈവചൈതന്യത്തിൽ നിറഞ്ഞ് ഒരു ഹൃദയം. അപ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി തീരുവാൻ സാധിക്കുന്നത്. നല്ല അനുഗ്രഹപ്രദമായ ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആദ്യ വെള്ളിയാഴ്ചത്തെ നിങ്ങളുടെ ധ്യാനവും പ്രാർത്ഥനയുമൊക്കെ അത് ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിന് വേണ്ടി ചുരിയപ്പെടുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ ലോകത്തിൽ വേദന അനുഭവിക്കുന്ന, കോവിഡ് മൂലം പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്ന അനേകർക്ക് ആശ്വാസമാകുവാനും, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാനൊക്കെ ഇടയാകട്ടെ എന്ന് തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് ക്രിസ്തുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നിങ്ങളെ സഹായിക്കും.